ഹായ്, എല്ലാവർക്കും കെ ഫോർ കടിയിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ നോക്കാം. 6 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മാമ്പഴം വേവിക്കാനായിട്ട് വെക്കാം. ഇനി അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കഷ്ണം ചെറിയുള്ളി. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ മാമ്പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മാമ്പഴ പുളിശ്ശേരി എനിക്ക് എപ്പോഴും അടുത്ത ദിവസം കൂട്ടാനാണ് ഇഷ്ടം. അത് കാരണമാണ് ഇത്രയും ചാറാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഇത്രയും ചാറ് വെക്കേണ്ട കാര്യമില്ല. അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിശ്ശേരിയിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. എന്നിട്ട് ചെറുതായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള കറിയിലെ വറ്റൽമുളക് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.